നമ്മൾ വിശ്വസിക്കുന്നവരാണോ? നമ്മൾ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവരാണോ? നമ്മൾ കൂടെ നിൽക്കുന്നവർക്ക് ചങ്ക് പറിച്ചു കൊടുക്കേണ്ടവരാണോ? നമ്മളുടെ രാഷ്ട്രീയമെന്ന് പറയുന്നത് താൽക്കാലികമായ താല്പര്യങ്ങൾക്കുള്ളതല്ല. നമ്മുടെ രാഷ്ട്രീയമെന്ന് പറയുന്നത് അവനവന്റെ സ്ഥാനത്തിനു വേണ്ടിയുമല്ലെന്ന് സ്വയം ഓരോരുത്തരും ആലോചിക്കണം. എനിക്കെന്തു കിട്ടി എന്നതല്ല രാഷ്ട്രീയം, മറ്റുള്ളവർക്ക് എന്ത് കൊടുത്തു എന്നതാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് നമ്മുടെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട പാർട്ടിയുടെ നേതാക്കള് ഈ നാടിന് മാതൃക കാണിച്ചത്. തലചായ്ക്കാനിടമില്ലാത്തവർക്ക് കാരുണ്യത്തിന്റെ ഭവനം കൊടുത്തപ്പോ അതിലെന്റെ പാർട്ടിക്കാരനെന്ന് നോക്കിയിട്ടില്ല. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശബ്ദങ്ങള് ഡയാലിസിസ് സെന്ററിലേക്ക് കടന്നു ചെല്ലുന്നവന്റെ വൃക്കയ്ക്ക് ഡയാലിസിസ് ചെയ്യുന്ന പാവപ്പെട്ട മനുഷ്യന്റെ രാഷ്ട്രീയം നോക്കിയിട്ടില്ല എന്റെ പാർട്ടി. പാവപ്പെട്ട മനുഷ്യൻ CS സെന്ററിലേക്ക് പോകുമ്പോ അർബുദബാധിതനായ മനുഷ്യന്റെ രാഷ്ട്രീയം ചോദിച്ചിട്ടില്ല എന്റെ പാർട്ടി. എന്റെ പാർട്ടി വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന പാർട്ടിയാണ്. മുന്നണിയുടെ കരുത്താണ്. UDFന്റെ ശ്രേഷ്ഠ മുഖമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് നിങ്ങൾ ഓർക്കണം. മുസ്ലിം ലീഗുകാരൻ ലീഗിന് 2 ചിഹ്നങ്ങളേ ഉള്ളൂ. ഒന്ന് കോടിയാണെങ്കിൽ മറ്റൊന്ന് കൈപ്പത്തി അടയാളമാണ്. ആ ചിഹ്നത്തിന് വോട്ട് ചെയ്യാൻ നിങ്ങൾ അറച്ചു നിൽക്കരുത്. പട്ടാമ്പി നമ്മുടെ നാടാണ്. ഈ നാട് വികസിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഷാജി ജയിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇന്ന് ഷാജിയാകാം, ഇന്നലെ മുക്കോളിയാകാം, അതിനപ്പുറത്ത് CP ആകാം, നാളെ മറ്റൊരാളാകാം. ആരുമാണെങ്കിലും വോട്ട് ചെയ്യാൻ എന്റെ പാർട്ടി പറയുന്നിടത്ത് ഞാൻ വോട്ട് ചെയ്യുന്ന അന്തസ് കാണിച്ചു കൊടുക്കാൻ തിരുവേഗപ്പുറത്ത് കഴിയണം. വോട്ടെണ്ണുന്ന ഒരു നാളുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു മാസമാകുമ്പോഴേക്കും വോട്ടെണ്ണും. ആദ്യം എണ്ണുന്നത് നമ്മുടെ നാട്ടിൽ നിന്നാണ്. പട്ടാമ്പിയിലെ 1ാമത്തെ ബൂത്തിലെ കൗണ്ടിംഗ് തുടങ്ങുന്നത്. അവിടെ തുടങ്ങണം തിരുവേഗപ്പുറയുടെ മാന്യത. അവിടെ തുടങ്ങണം തിരുവേഗപ്പുറയുടെ അന്തസ്. അവിടെ തുടങ്ങണം തിരുവേഗപ്പുറയുടെ പാരമ്പര്യം. തിരുവേഗപ്പുറയിലെ ബൂത്തുകൾ എണ്ണുമ്പോൾ നമുക്കിവിടെ മുദ്രാവാക്യം വിളിക്കാൻ, ആഘോഷിക്കാൻ, ഹർഷാരവം മുടക്കാൻ കഴിയും വിധത്തിൽ കേരളത്തിന്റെ നിയമസഭയിലേക്ക് തിരുവേഗപ്പുറയുടെ ലീഡോടുകൂടി ഒരു UDFകാരൻ നടന്നു പോകുമ്പോ അഭിമാനത്തോടുകൂടി നമുക്ക് വിളിക്കാം ജയ് UDF എന്ന്. അഭിമാനത്തോടുകൂടി നമുക്ക് വിളിക്കാം ജയ് UDF എന്ന്. UDF ജയിക്കേണ്ടത് ഈ നാടിന് വേണ്ടിയാണ്, ജനതയ്ക്ക് വേണ്ടിയാണ്, മനുഷ്യർക്ക് വേണ്ടിയാണ്. നാട്ടിലെ പാവങ്ങളെ കൈപിടിച്ചുന്നതിയിലേക്ക് കൊണ്ടുവന്ന തൊഴിലാളി വർഗ പാർട്ടി തകർന്നു പോകാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നമുക്ക് വോട്ട് ചെയ്യുന്ന ദിവസമാണ്. ഞാൻ വരുന്നത് ഗുരുവായൂരിൽ നിന്നാണ്. അവിടെ ഗുരുവായൂരുള്ള CPMകാര് പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്നാണ്. ഞങ്ങളുടെ പാർട്ടി നിലനിൽക്കണമെങ്കിൽ ഇത്തവണ അധികാരത്തിൽ നിന്ന് പോകണമെന്ന് പറയുന്നത് ആ പാർട്ടിക്കാരാണ്. നിങ്ങൾക്കറിയാലോ, പേരാവൂരിൽ മത്സരിക്കുന്നത് ഒരു സഖാവാണ്, തളിപ്പറമ്പിൽ മത്സരിക്കുന്നത് ഒരു സഖാവാണ്, ഒറ്റപ്പാലത്ത് മത്സരിക്കുന്നത് ഒരു സഖാവാണ്. മത്സരിക്കുന്ന മുന്നണി UDF ആണ്. CPM തകരേണ്ട പാർട്ടിയല്ല, CPM നശിക്കേണ്ട പാർട്ടിയല്ല, മാർസിസം അവസാനിക്കേണ്ട ദർശനവുമല്ല. അതൊക്കെ നാടിന് വേണം, വൈവിധ്യത്തിന് അതെല്ലാം വേണം. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയത്തെ നിലനിർത്താൻ ഇത്തവണ ഭരണത്തിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ച സഖാക്കൾ കൂടെയുണ്ട് നമ്മുടെ കൂടെയെന്ന് നമ്മൾ തിരിച്ചറിയണം. പിന്നെ എന്തിനാണ് പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെ മടിച്ചു നിൽക്കുന്നത്? പിന്നെ എന്തിനാണ് പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെ അറച്ചു നിൽക്കുന്നത്? നമുക്ക് ഒരുമയോടുകൂടി ഒരുമയായി ഇനി 9-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകാം. നമ്മുടെ പ്രിയപ്പെട്ട ഷാജിക്ക് വോട്ട് ചെയ്യാം. ചിഹ്നം കൈപ്പത്തിയാണ്, മറക്കരുത്. അന്തസ്, വിശ്വാസം, അഭിമാനം, സംസ്കാരം, പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ തിരുവേഗപ്പുറക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മനോഹരമായ ഈ സദസ്സുണ്ടല്ലോ, മനോഹരമായ ഈ ജനസാഗരമുണ്ടല്ലോ, തിരുവേഗപ്പുറയുടെ അഭിമാന താളുകളിലേക്ക് പുതുതായി എഴുതാൻ കഴിയുന്ന ഒരു രാത്രി കൂടി സമ്മാനിച്ച ടീം UDFന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്ന് ഒരൊറ്റ ചോദ്യം, നിങ്ങൾ ഉണ്ടാകില്ലേ കൂടെ എന്ന് ഒരു ചോദ്യം ചോദിക്കാണ്. നിങ്ങൾ ഉണ്ടാകണം